السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وآله وأصحابه أجمعين وعلى من تبعهم بإحسان إلى يوم الدين. أما بعد. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനിൽ വിശദീകരിക്കപ്പെട്ട പ്രാർത്ഥനകളാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രാർത്ഥന വളരെ വലിയ ഒരു കാര്യമാണ്. പക്ഷേ വിശ്വാസികൾ അല്ലാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണമെന്ന് പഠിച്ചവർ പോലും പ്രാർത്ഥനയിൽ പിശുക്ക് കാണിക്കുന്നവരും തോറ്റുപോയവരുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, മനുഷ്യരിൽ ഏറ്റവും വലിയ ദുർബലൻ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ ബലഹീനത കാണിക്കുന്നവരാണ് എന്നാണ്. എന്ന് പറഞ്ഞാൽ ദുആ ചെയ്യാൻ താല്പര്യമില്ലാതിരിക്കൽ ഏറ്റവും വലിയ ദുർബലന്റെ അടയാളമാണ്. മനുഷ്യന്റെ ദുർബലതകളിൽപ്പെട്ടതാണ് പ്രാർത്ഥിക്കാതിരിക്കുക എന്നുള്ളത്. എന്നാൽ ആ പ്രാർത്ഥനയാകട്ടെ അള്ളാഹുവിങ്കൽ ഏറ്റവും ആദരിക്കപ്പെടുന്നതും അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളതുമായ കാര്യമാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലൈസ ശൈഉൻ അക്റമ അലല്ലാഹി മിനദ് ദുആ. പ്രാർത്ഥനയോളം റബ്ബിന്റെ അടുക്കൽ ആദരിക്കപ്പെടുന്ന മറ്റൊരു പ്രവൃത്തിയില്ല. കാരണം മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ചതുപോലും പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ്. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. മനുഷ്യരെയും ജിന്നുകളെയും എനിക്ക് ഇബാദത്ത് ചെയ്യാനാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. അതിന്റെ തഫ്സീറിൽ കാണാം എന്താണ് അവിടെ ഇബാദത്ത് കൊണ്ടുള്ള ഉദ്ദേശം. അദ്ദുആഉ ഹുവൽ ഇബാദ. പ്രാർത്ഥനയാണ് അവിടെ ഉദ്ദേശിച്ച ഇബാദത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ, മനുഷ്യൻ അവന്റെ സങ്കടങ്ങൾ പറയാൻ, അവന്റെ വിഷമങ്ങൾ റബ്ബിനോട് മാത്രം പറയാൻ, അങ്ങനെ പറയാൻ വേണ്ടിയാണ് അള്ളാഹു നമ്മെ സൃഷ്ടിച്ചത് പോലും. അതുകൊണ്ട് തന്നെ ദുആ ചെയ്യാൻ ആരെങ്കിലും വിസമ്മതം കാണിച്ചാൽ അവരുടെ പര്യവസാനം നരകമായിരിക്കുമെന്ന് ഖുർആനിൽ കാണാം. സൂറത്തു ഗാഫിറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വഖാല റബ്ബുകും ഉദ്ഊനി അസ്തജിബ് ലക്കും. നിങ്ങളുടെ റബ്ബ് പറയുന്നു, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാം. ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ. എനിക്ക് ഇബാദത്ത് ചെയ്യുന്നതിൽ, ഏതാണ് ആ ഇബാദത്ത്? ആയത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞ ഉദ്ഊനി, അതാണ് ഉദ്ദേശം, എന്നോട് പ്രാർത്ഥിക്കൂ. ഈ ആയത്ത് ഓതിയിട്ടാണ് പ്രവാചകൻ പറഞ്ഞത് അദ്ദുആഉ ഹുവൽ ഇബാദ. ദുആ ആണ് ഇബാദത്ത്. ദുആ ആണ് ഇബാദത്ത്. ഒരു ഇബാദത്ത് ഇബാദത്താവണമെങ്കിൽ പോലും അതിൽ ദുആ വേണം. അതുകൊണ്ടാണ് ഒരു ഹദീസിൽ വന്നിട്ടുള്ളത്, അതിന്റെ സനദിൽ ളുഅഫ് ഉണ്ടെങ്കിലും അതിന്റെ മഅന സഹീഹാണ്, അദ്ദുആഉ മുഖുൽ ഇബാദ. പ്രാർത്ഥന ആരാധനയുടെ മജ്ജയാണ്. പ്രാർത്ഥന വേണം, ഏതിലും പ്രാർത്ഥന വേണം. മനുഷ്യ ജീവിതം പോലും രണ്ട് നിലക്കുള്ള ദുആ ആണുള്ളത്. ഒന്ന് ദുആഉ ഇബാദ, മറ്റൊന്ന് ദുആഉ മസ്അല. മൂന്നാമതൊന്നില്ല. മനുഷ്യന്റെ ലൈഫ് അഥവാ ഒരു വിശ്വാസിയുടെ ലൈഫ് എന്ന് പറയുന്നത് രണ്ടും ദുആ ആണ്. ഒന്ന് ദുആഉ ഇബാദ, നമസ്കാരം, നോമ്പ്, ഹജ്ജ്, ഉംറ, ഇതൊക്കെ ദുആഉ ഇബാദയാണ്. രണ്ടാമത്തത് ദുആഉ മസ്അല, അല്ലാഹുമ്മ റബ്ബന റബ്ബി എന്ന് പറഞ്ഞുകൊണ്ട് നടത്തുന്ന നാവ് കൊണ്ടുള്ള ദുആകളും. ഇത് രണ്ടുമല്ലാതെ മൂന്നാമതൊന്ന് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഇല്ല എന്നർത്ഥം. അപ്പോൾ അത്രമാത്രം ഗൗരവപ്പെട്ടതും പ്രധാനപ്പെട്ടതുമാണ് പ്രാർത്ഥന. പ്രാർത്ഥന കൊണ്ടല്ലാതെ മനുഷ്യന്റെ ജീവിതം ഇസ്തിഖാമത്ത് ഉണ്ടാവില്ല. നമ്മുടെ എല്ലാ കാര്യങ്ങളും നേരെയാവുന്നത് യഥാർത്ഥത്തിൽ പ്രാർത്ഥന കൊണ്ടാണ്. പ്രാർത്ഥനയിലൂടെ യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ ഖദറിനെ തന്നെ മാറ്റിക്കളയുന്നു. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം, ലാ യറുദ്ദുൽ ഖളാഅ ഇല്ല ദുആ. ഖളാഇനെ മാറ്റാൻ ദുആക്കല്ലാതെ കഴിയില്ല. ദുആ കൊണ്ട് ഖദർ വരെ അള്ളാഹു മാറ്റിക്കളയും. അത്രമാത്രം ഗൗരവമേറിയതാണ് ദുആ. കത്തിയാളുന്ന തീയോട് അള്ളാഹു പറഞ്ഞു, ഖുൽനാ യാ നാറു കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം. തീ തണുപ്പുള്ള തീയായി മാറി. തീയുടെ സ്വഭാവം കരിക്കലാണ്. അതാണ് അതിന്റെ ഖദർ. അള്ളാഹു തീക്ക് നിശ്ചയിച്ച ഖദർ കത്തിച്ച് കളയുക എന്നുള്ളതാണ്. എന്നാൽ ഇബ്രാഹിം നബി ദുആ ചെയ്തപ്പോൾ തണുപ്പാക്കി കൊടുത്തു, സമാധാനമാക്കി കൊടുത്തു. ദുആ കൊണ്ടാണ് അത് സംഭവിച്ചത്. ദുആ കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചിട്ടുള്ളത്.
അപ്പോൾ ഖദറിനെ വരെ നീക്കും. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഭാര്യയായ സാറ റളിയല്ലാഹു അൻഹ, സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാം, സക്കരിയ നബിയുടെ ഇണ, അവരൊക്കെ ഒരു സ്ത്രീ സാധാരണ നിലക്ക് പ്രസവിക്കുന്ന പ്രായം കഴിഞ്ഞവരാണ്. സാധാരണ നിലക്ക് കുഞ്ഞിന് ജന്മം നൽകാൻ പുരുഷന് ഉണ്ടാകേണ്ടുന്ന പ്രായം കഴിഞ്ഞതിന് ശേഷമാണ് ഇബ്രാഹിം നബി ദുആ ചെയ്യുന്നത്. പക്ഷെ അള്ളാഹു ഒരു കാര്യം ഖദറാക്കിയാൽ ദുആ കൊണ്ട് റഹ്മാനായ റബ്ബ് ആ ഖദറിനെ റബ്ബ് നിൽക്കും. കാരണം എല്ലാ ഖദറും, ഒരു ഖദറിനെ മാറ്റി മറ്റൊരു ഖദർ കൊണ്ടുവരുന്നത് ആരാണ്? അള്ളാഹുവാണ്. ഒരു ഖദറിനെ മാറ്റി മറ്റൊരു ഖദർ കൊണ്ടുവരുന്നവൻ അള്ളാഹുവാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, രോഗം അള്ളാഹുവിന്റെ ഖദറാണ്. മരുന്ന് ഉപയോഗിക്കാൻ പറഞ്ഞതും അള്ളാഹുവിന്റെ ഖദറാണ്. മരുന്ന് രോഗത്തെ മാറ്റുന്നു എന്നതും അള്ളാഹുവിന്റെ ഖദറാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ ഖദർ കൊണ്ട് രോഗമുണ്ടാകുന്നു, അള്ളാഹുവിന്റെ ഖദർ കൊണ്ട് മരുന്ന് ഫലം ചെയ്യുന്നു, അള്ളാഹുവിന്റെ ഖദർ കൊണ്ട് രോഗിക്ക് ശിഫയുണ്ടാകുന്നു. എല്ലാം റബ്ബിന്റെ ഖദറാണ്. അപ്പൊ രോഗം വന്നാൽ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. അപ്പോൾ അള്ളാഹുവിന്റെ മറ്റൊരു ഖദർ അവിടെ വരുന്നതാണ്. ഇപ്രകാരം ഖദറിനെ നീക്കാൻ ദുആ കൊണ്ടല്ലാതെ കഴിയില്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നിരന്തരമായി പ്രാർത്ഥിക്കുന്നവരാകണം. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ ദുആന്റെ ഇസ്തിജാബത്തിനെ കുറിച്ച് ചിന്തിക്കലില്ല, മറിച്ച് എൻ്റെ ശ്രദ്ധ മുഴുവൻ ദുആയിലാണ്. വല്ലാത്തൊരു പോയിന്റാണ്. ഞാൻ ആളുകൾ പലരും ദുആ ചെയ്യുന്നില്ല. എന്താ കാരണം? ഞാൻ എത്ര കാലമായി ദുആ ചെയ്യുന്നു. ചില ആളുകൾ വർഷങ്ങൾ ദുആ ചെയ്തിട്ടാണ് അങ്ങനെ പറയാറുള്ളത്. എന്നാൽ പോലും പാടില്ല. എന്നാൽ വേറെ ചില ആളുകൾ ഒരു ദിവസം 2 ദിവസം ദുആ ചെയ്തിട്ട് ഉത്തരം കിട്ടിയിട്ടില്ലെങ്കിൽ അവർ ദുആ ഉപേക്ഷിക്കുന്നു. അപ്പോൾ അവരുടെ മനസ്സിൽ ഒരേ ഒരു ഹിമ്മത്തേ ഉള്ളൂ, ഞാൻ എന്താണോ പറയുന്നത് അത് അള്ളാഹു അപ്പോൾ ചെയ്തു തരണം. ആ ഒരു ചിന്ത നമുക്ക് ഉണ്ടാവാൻ പാടില്ല. ദുആ ഇബാദത്താണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ചിലപ്പോൾ നിങ്ങൾ ചോദിച്ചത് തന്നെ അള്ളാഹു തരും, ചിലപ്പോൾ തത്തുല്യമായ ഒരു ഷർറിനെ നിങ്ങളിൽ നിന്ന് നീക്കും. നമ്മളറിയില്ല, ഒരു ഷർറിനെ അള്ളാഹു നീക്കിയിട്ടുണ്ടാകും. നമ്മൾ വിചാരിച്ചതായിരിക്കില്ല ഈ ദുആ കൊണ്ട് കിട്ടിയിട്ടുണ്ടാവുക. അത് രണ്ടാമത്തതാണ്. മൂന്നാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത് രണ്ടും സംഭവിക്കൂല, പകരം പരലോകത്ത് ഈ നടത്തിയ ദുആക്ക് പ്രതിഫലം തരും. ഒരു ഷർറിനെ തടഞ്ഞിട്ടുണ്ടാവില്ല, ചോദിച്ചത് കിട്ടിയിട്ടുണ്ടാവില്ല, പക്ഷെ അവിടെ ദുആ വേസ്റ്റ് ആയോ? ഇല്ല. പിന്നെയോ പരലോകത്ത് അതിന് പ്രതിഫലം തരും. കാരണം എന്താണ്? ദുആ ഇബാദത്താണ്. ഇബാദത്തിന് പരലോകത്ത് പ്രതിഫലമുണ്ട്. അതുകൊണ്ടാണ് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ദുആന്റെ ഉത്തരത്തെ കുറിച്ചല്ല എന്റെ ഉത്കണ്ഠ, മറിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നവനാണോ എന്നാണ് ഞാൻ ശ്രദ്ധിക്കാറുള്ളത്. അതുകൊണ്ട് എന്റെ ഹിമ്മത്ത് പ്രാർത്ഥനയാണ് എന്ന് പറഞ്ഞാൽ നിരന്തരമായ പ്രാർത്ഥന. അവസരങ്ങൾ കിട്ടുമ്പോഴൊക്കെ റഹ്മാനായ റബ്ബിനോട് പ്രാർത്ഥിക്കുക. അതിന്റെ അഹമ്മിയത്ത് കൊണ്ടാണ് പരിശുദ്ധ ഖുർആനിൽ ധാരാളം പ്രാർത്ഥനകൾ അള്ളാഹു നമുക്ക് മനസ്സിലാക്കി തന്നത്. പ്രവാചകന്മാർ പ്രാർത്ഥിച്ചത്, സാലിഹ്യങ്ങൾ പ്രാർത്ഥിച്ചത്, വലിയകൾ പ്രാർത്ഥിച്ചത്, ആ പ്രാർത്ഥനയാണ് നമ്മൾ പഠിക്കുന്നത്. അതുകൊണ്ട് കേവലം ഒരു കേൾവി എന്നതിനപ്പുറത്ത് ഈ ദുആകളൊക്കെ പഠിക്കാനും പ്രാവർത്തികമാക്കാനും നമ്മുടെ ജീവിതത്തിലെ ചെറുതും വലുതുമായ മുഴുവൻ കാര്യങ്ങൾക്കും പ്രാർത്ഥിക്കുക. സ്വഹീഹായ ഹദീസിൽ സ്ഥിരപ്പെട്ടതുപോലെ നിങ്ങളുടെ ചെരുപ്പിന്റെ വാറ്, ചെരുപ്പിന്റെ വള്ളി, ഷൂ കെട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആ കയറ് പൊട്ടിപ്പോയാൽ പോലും അത് നേരെയായി കിട്ടാൻ നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യണം. കാരണം എത്ര നിസ്സാര കാര്യവും റബ്ബിന്റെ സഹായമില്ലെങ്കിൽ നമുക്ക് അത് പൂർത്തീകരിക്കാൻ കഴിയില്ല. എത്ര ചെറുതാകട്ടെ, ഏത് ചെറുതും നമ്മുടെ ജീവൻ വരെ എടുക്കാൻ കെൽപ്പുള്ളതാണ്. നമ്മൾ നിസ്സാരമായി കരുതുന്ന ഒരു ചെറിയ മുള്ളു മതി, അത് തൊണ്ടയിൽ തറച്ചാൽ മരണം സംഭവിക്കും. ചെറിയ ഒരു വറ്റ് പല്ലിലിട്ട് കടിച്ചാൽ ചതഞ്ഞരഞ്ഞു പോകുന്ന ഒരു ധാന്യമണി, അതല്ലെങ്കിൽ ഒരു അരി, ഒരു വറ്റ്, അത് തലയോട്ടിയിൽ കയറിയാൽ മരണം സംഭവിക്കും. എത്ര ചെറിയ കാര്യങ്ങളിലൂടെ മരണം സംഭവിക്കുന്നു. റഹ്മാനായ റബ്ബ് അതിനൊക്കെ കഴിവുള്ളവനാണ്. അതുകൊണ്ട് തന്നെ ഒന്നിനെയും നിസ്സാരമായി കരുതാതിരിക്കുക. ഒന്നും നമുക്ക് ചെറുതല്ല, എല്ലാം വലുതാണ്. റഹ്മാനായ റബ്ബ്, അള്ളാഹുവിന്റെ സഹായമില്ലാതെ നമുക്ക് കണ്ണിമ വെട്ടുന്ന നേരം പോലും ജീവിക്കാൻ സാധ്യമല്ല. തൗഫീഖ് ലഭിക്കുകയില്ല എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് നിരന്തരമായി നമ്മൾ പ്രാർത്ഥിക്കണം. അങ്ങനെയുള്ള ധാരാളം പ്രാർത്ഥനകൾ നമ്മൾ പഠിച്ചു. അതിൽപ്പെട്ട ചില പ്രാർത്ഥനകൾ കൂടി ശ്രദ്ധയിൽപ്പെടുത്താം. മഹാനായ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം നടത്തിയിട്ടുള്ള പല പ്രാർത്ഥനകളും ഖുർആനിലുണ്ട്. അതിൽ ചില പ്രാർത്ഥന, അതിലൊന്ന് സൂറത്തു ത്വാഹയിൽ നമുക്ക് കാണാം. 25 മുതൽക്കുള്ള വചനങ്ങൾ. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്യുകയാണ് അള്ളാഹുവിനോട്. പ്രത്യേകിച്ചും ഫിർഔനിന്റെ അടുക്കലേക്ക് പോകുന്ന സന്ദർഭത്തിൽ, ഫിർഔൻ ക്രൂരനായ ഭരണാധികാരിയാണ്. പല നിലക്കുമുള്ള ഫിത്നകൾ അവിടെ നിന്നുണ്ടാകാം. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്തു, ഖാല റബ്ബി ശറഹ് ലി സദ്രി, അല്ലാഹുവേ നീ എൻ്റെ ഹൃദയത്തിന് വിശാലത നൽകണേ റബ്ബേ. കാരണം ഒരല്പം ക്ഷമകേട് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ഉണ്ടായിരുന്നു എന്നാണ്. അതുകൊണ്ടാണ് രണ്ടാളുകൾ ശണ്ട കൂടുന്നത് കണ്ടപ്പോൾ ബനു ഇസ്രായേലിൽപ്പെട്ട ആളെ സഹായിക്കാൻ വേണ്ടി
ആ കോപ്റ്റിക് വംശത്തിൽപ്പെട്ട ആളെ ഒന്ന് ശക്തമായി തള്ളുകയുണ്ടായി. അദ്ദേഹം അതിലൂടെ മരണപ്പെടുകയാണ് ചെയ്തത്, മരിച്ചുപോയി. ശക്തനുമായിരുന്നു. ഖിളർ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അടുക്കൽ ഒരുപാട് ദൂരം യാത്ര ചെയ്തെത്തിയിട്ടും 3 ചോദ്യങ്ങൾക്കുള്ള മസ്അലകളുടെ ഉത്തരമാണ് കിട്ടിയത്. എന്താണ് വിശ്വാസം പറഞ്ഞത്? മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഒരല്പം ക്ഷമകേട് കാണിച്ചു, ഇല്ലെങ്കിൽ ഒരുപാട് ചോദ്യങ്ങളും ഒരുപാട് ഉത്തരങ്ങളും കിട്ടുമായിരുന്നു. പക്ഷെ 3 എണ്ണത്തിൽ ഒതുങ്ങിപ്പോയത് കണ്ടീഷൻ പാലിക്കുന്നിടത്ത് ചെറിയൊരു ക്ഷമകേട് സംഭവിച്ചു. അതുകൊണ്ട് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം തനിക്ക് എന്താണോ എവിടെയാണോ പ്രശ്നമുള്ളത് അത് റബ്ബിനോട് പറയണം നമ്മൾ. അതുകൊണ്ടാണ് അദ്ദേഹം പ്രാർത്ഥിച്ചപ്പോൾ ആദ്യം തന്നെ പറഞ്ഞത് റബ്ബി ശറഹ് ലി സദ്രി, എൻ്റെ ഹൃദയത്തിന് നീ വിശാലത നൽകണേ റബ്ബേ. കാരണം എനിക്ക് ഇന്നൊരു പ്രശ്നമുണ്ട്, എനിക്കും നിങ്ങൾക്കുമൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങൾ നമ്മൾ റബ്ബിനോട് പറയണം. റബ്ബേ, എൻ്റെ സ്വഭാവത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഞാനൊരു മുൻകോപക്കാരനാണ്, എനിക്ക് പെട്ടെന്ന് ദേഷ്യം പിടിക്കും, പടച്ചോനെ ഞാൻ മാറ്റി തരണേ. അല്ലാഹു, എൻ്റെ നാവ് ശരിയല്ല, നീ എനിക്കത് മാറ്റി തരണം. വമിൻ ശർരി ലിസാനി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആയിൽപ്പെട്ടതാണ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ശർരി സമഇ വമിൻ ശർരി ബസരി വമിൻ ശർരി ലിസാനി വമിൻ ശർരി മനിയ്യി. അല്ലാഹുവേ, എൻ്റെ കണ്ണിൻ്റെ ഷർറിൽ നിന്ന്, എന്ന് പറഞ്ഞാൽ ഹറാമുകൾ നോക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ട് റബ്ബേ, എനിക്കത് മാറ്റിത്തരണം. അതാണ് ബസറിൻ്റെ ഷർറ് എന്ന് പറഞ്ഞാൽ. അതാണ് കാണാൻ പാടില്ലാത്തത് കാണുക, നോക്കാൻ പാടില്ലാത്തത് നോക്കുന്നത് ബസറിൻ്റെ ഷർറാണ്. പടച്ചോനെ, അതിൽ നിന്ന് നീ എന്നെ സംരക്ഷിക്കണം. എൻ്റെ സമഇൻ്റെ ഷർറിൽ നിന്ന്, എന്താണ് കേൾക്കാൻ പാടില്ലാത്തത് കേൾക്കുന്നത് കാതിൻ്റെ ഷർറിൽപ്പെട്ടതാണ്, അതിൽ നിന്ന് രക്ഷപ്പെടുത്തണം. വമിൻ ശർരി ലിസാനി, എൻ്റെ നാവിൻ്റെ ഷർറിൽ നിന്ന്, എന്ന് പറഞ്ഞാൽ പറയാൻ പാടില്ലാത്തത് പറയുക, പരിഹസിക്കുക, കളിയാക്കുക, ഗീബത്ത് നമീമത്ത് പറയുക, കളവുകൾ പറയുക, ഇതൊക്കെ ലിസാനിന്റെ ഷർറാണ്. വമിൻ ശർരി മനിയ്യി, എൻ്റെ ഇന്ദ്രിയത്തിന്റെ ഷർറിൽ നിന്നും, എന്ന് പറഞ്ഞാൽ അത് ഹലാലിലെ ഉപയോഗിക്കപ്പെടാൻ പാടുള്ളൂ റബ്ബേ. ഹറാമിൽ എൻ്റെ മനിയിനെ, എൻ്റെ ഇന്ദ്രിയത്തെ ഹറാമിൽ ഉപയോഗിക്കുന്നതിൽ നിന്ന് റബ്ബേ നീ എന്നെ സംരക്ഷിക്കണേ. റബ്ബിനോട് പ്രാർത്ഥിക്കണം. നാം ഓരോരുത്തരും നമ്മുടെ പോരായ്മകൾ എവിടെയാണോ അത് മനസ്സിലാക്കി അതിൽ നിന്ന് വിടുതൽ കിട്ടാൻ വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യണം. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്തു, റബ്ബി ശറഹ് ലി സദ്രി, അള്ളാഹുവേ, എൻ്റെ ഹൃദയത്തിന് നീ വിശാലത നൽകണേ, ക്ഷമിക്കാനുള്ള കഴിവ് നൽകണേ, സഹിക്കാനുള്ള കഴിവ് നൽകണേ, കാര്യങ്ങളെ വിശാലതയോടുകൂടി നോക്കിക്കാണാനുള്ള കഴിവ് നീ എനിക്ക് നൽകണമേ എന്ന് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിക്കണം. നമുക്കും പ്രാർത്ഥിക്കാം, റബ്ബി ശറഹ് ലി സദ്രി. രണ്ടാമത്തത് വയസ്സിർ ലി അംരി, അള്ളാഹുവേ, എൻ്റെ കാര്യങ്ങളൊക്കെ നീ എനിക്ക് എളുപ്പമാക്കി തരണേ റബ്ബേ. കാരണം ഏതൊരു കാര്യത്തിനും ഒരു എളുപ്പവുമുണ്ട്, ഒരു കടുപ്പവുമുണ്ട്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മിൻ അംരിഹി യുസ്റാ. അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആളുകൾക്ക് അവരുടെ ഏത് കാര്യത്തിലും അള്ളാഹു ഒരു എളുപ്പം ഉണ്ടാക്കി കൊടുക്കും. അതിന്റെ മഫ്ഹൂം എന്താണ്? അത് മൻതൂഖാണ്, എന്ന് പറഞ്ഞാൽ നേർക്ക് നേരെയുള്ള അർത്ഥമാണ് അത്. അള്ളാഹുവിനെ ഭയപ്പെടുന്നവർക്ക് അവരുടെ ഏതൊരു കാര്യത്തിലും അള്ളാഹു എളുപ്പം നൽകും. അപ്പൊ അതിൽ നിന്ന് മഫ്ഹൂമായി മനസ്സിലാകുന്നത് എന്താണ്? അള്ളാഹുവിനെ ഭയപ്പെടാത്തവർക്ക് ഏത് ചെറിയ കാര്യവും പ്രയാസകരമായ ഒരു അവസ്ഥ അള്ളാഹു ഉണ്ടാക്കും. ഒരു കാര്യവും നേരാവില്ല, സിമ്പിളായിരിക്കും, പക്ഷെ എത്ര കളിച്ചിട്ടും അതുകൊണ്ട് നേരായി കിട്ടുന്നില്ല. ഇങ്ങനെയൊക്കെ സംഭവിക്കാം. അതുകൊണ്ട് റബ്ബിനോട് നമ്മൾ പ്രാർത്ഥിക്കണം. ജീവിതത്തിൽ ചെറുതും വലുതുമായ ഒരുപാട് വിഷയങ്ങളുമായി ബന്ധപ്പെടുന്നവരാണ് നമ്മൾ. ഇതിലൊക്കെ ഒരു സുഹൂലത്ത് കിട്ടണം, ഒരു എളുപ്പം കിട്ടണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആയിൽപ്പെട്ടതാണ് അല്ലാഹുമ്മ ലാ സഹ്ല ഇല്ലാ മാ ജഅൽതഹു സഹ്ല വ അൻത തജ്അലുൽ ഹസന ഇദാ ശിഅത സഹ്ല. അല്ലാഹുവേ, നീ എളുപ്പമാക്കിയതല്ലാതെ ഒരു വിഷയത്തിലും ഒരു എളുപ്പവുമില്ല റബ്ബേ. ഏത് കാര്യവും എളുപ്പത്തിൽ നടക്കണമെങ്കിൽ അള്ളാഹുവിന്റെ സഹായം വേണം. അല്ലാഹുമ്മ ലാ സഹ്ല, അല്ലാഹുവേ, എളുപ്പമില്ല, ഇല്ലാ മാ ജഅൽതഹു സഹ്ല, നീ എളുപ്പമാക്കിയതല്ലാത്ത ഒന്നിലും എളുപ്പമില്ല റബ്ബേ. വ അൻത തജ്അലുൽ ഹസന ഇദാ ശിഅത സഹ്ല, പ്രയാസകരമായ കാര്യങ്ങൾ നീ ഉദ്ദേശിച്ചാൽ എളുപ്പമായി തീരുന്നു റബ്ബേ. എത്ര വിഷമമുള്ള കാര്യമാണെങ്കിലും അള്ളാഹു ഉദ്ദേശിച്ചാൽ അത് എളുപ്പമായി തീരും. അതുകൊണ്ട് നമ്മൾ റബ്ബിനോട് ദുആ ചെയ്യണം എപ്പോഴും. വയസ്സിർ ലി അംരി, അള്ളാഹുവേ, എൻ്റെ കാര്യങ്ങളൊക്കെ നീ എനിക്ക് എളുപ്പമാക്കി തരണമേ. പിന്നീട് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഓരോ വ്യക്തികൾക്കും എന്താണോ ഏതിലാണോ പ്രയാസമുള്ളത് അത് പടച്ച റബ്ബിനോട് പറയുക. മൂസാ നബി തൻ്റെ ഒരു വിഷമം പറയാണെന്ത്, വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി, എൻ്റെ നാവിൽ നിന്ന് ഒരു ഉഖ്ദത്ത്, ഒരു കെട്ട് നീ അഴിച്ചു നൽകണേ. എന്ന് പറഞ്ഞാൽ സംസാരിക്കുമ്പോൾ ഒരു ധൃതിയും അതേപോലെ തന്നെ പെട്ടെന്ന് മനസ്സിലാവാത്തൊരവസ്ഥയും ഉണ്ടായിരുന്നു ആർക്ക്? മൂസ അലൈഹി സ്വലാത്തു വസ്സലാമക്ക്. ക്ലിയർ ആകും, എന്നാലും മറ്റുള്ളവരെ പോലെ സുഹൂലത്തോടുകൂടി നല്ല വാചാലമായി സംസാരം വരില്ലായിരുന്നു.
അതുകൊണ്ടാണ് ഫിറഔൻ തന്നെ പറഞ്ഞതായി ഖുർആനിൽ കാണാം, സംസാരിച്ചാൽ വ്യക്തതയില്ലാത്ത ഇവനാണോ ഖൈർ അതല്ല ഞാനാണോ എന്ന് ഫിറഔൻ ചോദിക്കുന്നുണ്ട്. അലൈഹി സ്വലാത്തു വസ്സലാം, മൂസ അലൈഹി സ്വലാത്തു വസ്സലാം. അപ്പോഴാണ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം റബ്ബിനോട് പറയുന്നത്, അല്ലാഹുവേ, ഹാറൂന അഖീ ഉശ്ദുദ് ബിഹി അസ്രി വഅശ്രികുഹു ഫീ അംരി, ഹാറൂനെ കൂടി എൻ്റെ കൂടെ അയക്കണമേ. കാരണം ഹുവ അഫ്സഹു മിന്നി ലിസാനൻ, എന്നേക്കാൾ ഭംഗിയായി സംസാരിക്കാൻ കഴിവുണ്ട്. എന്നേക്കാൾ ഭംഗിയായി സംസാരിക്കാൻ ഹാറൂണിന് കഴിയും. അതുകൊണ്ട് എൻ്റെ കൂടെ ദഅവത്തിന് എന്നെ സഹായിക്കാൻ ഹാറൂണിനെ എനിക്ക് നബിയായി നിശ്ചയിച്ചു തരണമേ എന്ന് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്തു. ആ ദുആ അള്ളാഹു കേട്ടു. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് വേണ്ടി അധികവും സംസാരിച്ചിരുന്നത് ആരായിരുന്നു? ഹാറൂൻ അലൈഹി സ്വലാത്തു വസ്സലാമയായിരുന്നു. അപ്പോൾ പ്രാർത്ഥിക്കുകയാണ്, വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി, എൻ്റെ നാവിൻ്റെ പ്രയാസം നീ നീക്കിത്തരണേ, യഫ്ഖഹു ഖൗലി, അവർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവാൻ വേണ്ടി എന്ന് പറഞ്ഞ ഒരു അവ്യക്തത ഉണ്ടായിരുന്നു, ആ അവ്യക്തത നീങ്ങാൻ വേണ്ടി. ചില ഉലമാക്കൾ പറഞ്ഞു, പ്രാർത്ഥനയുടെ ഈ ഭാഗം എല്ലാവരും പറയേണ്ടതില്ല, ആ ബുദ്ധിമുട്ടുള്ളവർ പറഞ്ഞാൽ മതി. ആ ബുദ്ധിമുട്ടുള്ള ആളുകൾ പറഞ്ഞാൽ, ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടോ അത് പറയാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെന്താണ് പ്രയാസം? നടക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? പറയണം. ദഹനത്തിന് ബുദ്ധിമുട്ടുണ്ടോ? പറയണം. ശോധനക്ക് ബുദ്ധിമുട്ടുണ്ടോ? പറയണം. കാഴ്ച ശക്തി കുറവുണ്ടോ? പറയണം. കേൾവി ശക്തി കുറവുണ്ടോ? പറയണം. എവിടെയാണ് ശരീരത്തിന് ബുദ്ധിമുട്ടുള്ളത്? റബ്ബിനോട് പറയൂ, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കൂ. അങ്ങനെ ഏത് വിഷയത്തിലാണോ നമുക്ക് വിഷമമുള്ളത്, റഹ്മാനായ റബ്ബിനോട് പ്രാർത്ഥിക്കുക. ഈ പ്രാർത്ഥന നമുക്ക് നമ്മുടെ പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്താവുന്നതാണ്. എന്നാൽ പ്രഭാഷണത്തിന്റെ തുടക്കങ്ങളിൽ ഈ പ്രാർത്ഥന പതിവായി ചില ആളുകൾ നിർവഹിക്കുന്നത് കാണാം. അതിന് പ്രത്യേകിച്ച് തെളിവൊന്നുമില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ധാരാളം ഖുത്ബകൾ നിർവഹിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ ഒരുപാട് വഅലുകൾ നടത്തിയിട്ടുണ്ട്. അവിടങ്ങളിൽ എവിടെയും ഈ ദുആ അള്ളാഹുവിന്റെ റസൂൽ ഉറക്കെ പറഞ്ഞതായി സ്വഹീഹായ റിവായത്തുകളിൽ എവിടെയും വന്നിട്ടില്ല. എന്നാൽ അതിനു മുമ്പായിക്കൊണ്ട്, അഥവാ ഖുത്ബത്തുൽ ഹാജയല്ലാതെ ഒരാൾക്ക് തോന്നുകയാണ് എൻ്റെ സംസാരം വ്യക്തതയില്ലാത്ത സംസാരമാണെങ്കിൽ ജനങ്ങൾക്ക് മനസ്സിലാവുന്ന രൂപത്തിൽ പ്രസംഗത്തിന് ഒഴുക്ക് കിട്ടാൻ, സംസാരത്തിന് ഒഴുക്ക് കിട്ടാൻ, ഖുത്ബക്ക് ഒഴുക്ക് കിട്ടാൻ വേണ്ടി അവർക്ക് അവരുടെ ദുആകളിൽ ഇത് ഉൾപ്പെടുത്താം. പക്ഷെ അത് ഖുത്ബത്തുൽ ഹാജയിൽ ഉൾപ്പെടുത്തുന്നതിന് പ്രത്യേകിച്ച് തെളിവില്ല എന്നാണ് മനസ്സിലാകുന്നത്. അല്ലാഹു തബാറക വ തആല അഅലം. അപ്പൊ ഇതൊരു പ്രാർത്ഥനയാണ്, ഇത് ശ്രദ്ധിക്കുക. സൂറത്തു ത്വാഹ 25 മുതൽ 28 വരെയുള്ള ആയത്തുകൾ നമുക്ക് വെളിച്ചം നൽകുന്നതാണ്. രണ്ടാമത് വീണ്ടും മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ തന്നെ മറ്റൊരു ദുആ സൂറത്തുൽ ഖസസിലെ 24-ാമത്തെ ആയത്താണ്. സൂറത്തുൽ ഖസസിലെ 24-ാമത്തെ ആയത്ത്. 2 പെൺകുട്ടികൾ, അതിലൊരാളെയാണ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം വിവാഹം ചെയ്യുന്നത്. ആ 2 പെൺകുട്ടികൾ തങ്ങളുടെ ആടുകൾക്ക് വെള്ളം കൊടുക്കാൻ പുരുഷന്മാർ അവരാണ് ആദ്യം വെള്ളം കോരി കൊടുക്കുന്നത്. ഇവർ പെൺകുട്ടികളായതുകൊണ്ട് ഇവരുടെ കൂടെ മഹറമകളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇവർ പലപ്പോഴും അവഗണിക്കപ്പെട്ടു. അങ്ങനെയാണല്ലോ, പെൺകുട്ടികൾ മാത്രമാകുമ്പോൾ അവർ അവഗണിക്കപ്പെടും. പുരുഷന്മാർ, കയ്യൂക്കുള്ള ആളുകൾ, അവരാണ് എല്ലാത്തിനും മുൻതൂക്കം. പക്ഷെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഇടപെടുകയാണ് അവിടെ. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം കരുത്തനാണ്. മൂസാ നബിയെ കണ്ടപ്പോൾ തന്നെ അവരൊക്കെ മാറി നിന്നു. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഈ കുട്ടികൾക്ക് വെള്ളം കോരി കൊടുത്തു. അങ്ങനെ വെള്ളം കോരി കൊടുത്തിട്ട് ഫസഖാലഹുമ, അവർക്ക് 2 പേർക്കും വെള്ളം കോരി കൊടുത്തു. സുമ്മ തവല്ല ഇല ദില്ല്, എന്നിട്ടൊരു തണലിലേക്ക് പോയി മൂസ അലൈഹി സ്വലാത്തു വസ്സലാം. ഒരു മരത്തിന്റെ ചുവട്ടിലേക്കോ അല്ലെങ്കിൽ ദില്ല്, പർവ്വതത്തിന്റെ തണലിലേക്കോ മൂസാ നബി ചെന്നു എന്നാണ്. അപ്പൊ ഇവർക്ക് വെള്ളം കോരി കൊടുത്തു. എന്നിട്ടൊരു ദില്ലിലേക്ക് ചെന്നു. ഫഖാല, എന്നിട്ട് പറഞ്ഞു, റബ്ബി, എന്റെ റബ്ബേ. നോക്കൂ നിങ്ങൾ ആ വിളി, റബ്ബി, എന്റെ റബ്ബേ, ഇന്നി ലിമാ അൻസൽത ഇലയ്യ, നീ എന്നിലേക്ക് എന്താണോ ഇറക്കുന്നത്, മിൻ ഖൈരിൻ, ഖൈറായിക്കൊണ്ട്, ഫഖീർ, ഞാൻ അതിന് ഫഖീറാണ് റബ്ബേ. വല്ലാത്ത വാക്കുകൾ ഉപയോഗിച്ചുള്ളൊരു ദുആണത്. ഇത് ശരിക്കും ഞാനും നിങ്ങളും പഠിച്ച് ദുആ ചെയ്യേണ്ട ദുആണ്. ഇതിൽ ഒരുപാട് തത്വങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ തത്വം, ഒരു സൽക്കർമ്മം ചെയ്ത് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടും. നിങ്ങൾ നോക്കൂ, മൂസ അലൈഹി സ്വലാത്തു വസ്സലാം വല്ലാത്തൊരവസ്ഥയിലാണ് മദീനയിൽ എത്തിയത്. ഇത് മദീനയിൽ വെച്ചുള്ള പ്രാർത്ഥനയാണ്. ഫിറഔൻ കൊല്ലാൻ ആളെ വിട്ടു, ഗൂഢാലോചന നടത്തി, മൂസാ നബിയെ കൊല്ലണം. ഫഖറജ മിൻഹാ ഖായിഫൻ യതറഖബ്, അങ്ങനെ പേടിച്ചുകൊണ്ട് ഈജിപ്തിൽ നിന്ന് ഓടുകയാണ്. മദീനയിലെത്തി. അവിടെ ആകട്ടെ പരിചയമുള്ള ആരുമില്ല. പക്ഷേ പരിചയമില്ലെങ്കിലും ഒരു ഖൈർ ചെയ്തു കൊടുക്കാൻ അദ്ദേഹത്തിന് മടി തോന്നിയില്ല. ആ പെൺകുട്ടികൾ മാറി നിൽക്കുമ്പോൾ എന്താണ് അവസ്ഥ എന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങളുടെ ഉപ്പ വളരെ പ്രായം ചെന്ന ഒരാളാണ്, ഞങ്ങൾ മാത്രമേ ഈ ആടിനെ നോക്കാനുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അവർക്ക് ആ ഖൈർ ചെയ്തു കൊടുക്കുകയാണ്, ഒരു ഉപകാരം ചെയ്തു കൊടുക്കുകയാണ്. നമ്മൾ അങ്ങനെ ആയിരിക്കണം. നമ്മൾ ഏത് നാട്ടിലാണ് എന്നുള്ളതല്ല, നമുക്ക് പരിചയമുണ്ടോ എന്നുള്ളതല്ല,
മറിച്ച് ഒരു ഖൈറാണോ, ഒരു നന്മയാണോ ആർക്കാണെങ്കിലും ചെയ്തു കൊടുക്കുക. അദ്ദേഹം ആ വലിയ നന്മ ചെയ്തു കൊടുത്തിട്ട് സുമ്മ തവല്ല ഇലദ്ദിൽ, കാരണം വലിയ സഹായം അവിടെ ആവശ്യമുണ്ട്. എവിടെങ്കിലും ഒന്ന് താമസിക്കണം, ഭക്ഷണം കിട്ടണം, ഒരു ജോലി കിട്ടണം, അറിയാത്തൊരു നാടാണ്. മൂസാ നബി റബ്ബിനോട് പറയാണ്, ഞാനും നിങ്ങളും പ്രാർത്ഥിക്കും. നമ്മൾ ഏത് നാട്ടിൽ പെട്ടുപോയാലും നമ്മുടെ സൽക്കർമ്മങ്ങളെ മുൻനിർത്തി അല്ലെങ്കിൽ പുണ്യകർമ്മങ്ങൾ ചെയ്തിട്ട് നമ്മൾ വിളിക്കണം നമ്മുടെ റബ്ബിനെ, റബ്ബി എൻ്റെ രക്ഷിതാവേന. അത് വല്ലാത്തൊരു വാക്കാണ്, അള്ളാഹുവിന് ഇഷ്ടമുള്ള ഒരു വാക്കാണ്. ദുആഇൽ റുബൂബിയത്തിന്റെ വേർഡ് ഉപയോഗിക്കുന്നത് അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ്. മറ്റൊന്ന് ഇസ്മുൽ ജലാല. ഏതാ ഇസ്മുൽ ജലാല? അള്ളാഹു. അതാണ് അള്ളാഹുമ്മ. ഇത് അള്ളാഹുവിന് ഭയങ്കര ഇഷ്ടമാണ്. അതേപോലെ റബ്ബിന് ഇഷ്ടമാണ് എന്ത്? റബ്ബ്, രക്ഷിതാവേന്ന് വിളിച്ച് പറയുന്നത് അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ്. അദ്ദേഹം ദുആ ചെയ്യാണ്, റബ്ബി എൻ്റെ റബ്ബേ, ലിമാ അൻസൽത ഇലയ്യ ഇന്നി, നിശ്ചയമായും ഞാൻ. ആ തീർച്ച പറയാണ്, ഞാൻ അത്രയും പ്രയാസത്തിലാണ് റബ്ബെ. എന്നിട്ട് എന്താ പറയുന്നത്? ഇന്നത് വേണമെന്ന് പറഞ്ഞില്ല. നോക്കൂ, ഇന്നത് വേണമെന്ന് പറഞ്ഞില്ല. ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരി, ഖൈറായി നീ എന്തൊന്നും എനിക്ക് ഇറക്കി തന്നാലും ഫഖീർ, ഞാനിപ്പോൾ അതിന് ആവശ്യക്കാരനാണ്. അതായത് ഇന്ന് നന്മന്നില്ല, ഞാൻ എല്ലാ അർത്ഥത്തിലും ഒറ്റപ്പെട്ടു പോയിട്ടുണ്ട്. ഒരു വിദൂര നാട്ടിലാണ്, ഭക്ഷണമില്ല, കുടുംബക്കാരില്ല, സുഹൃത്തുക്കളില്ല, ആരുമില്ല. എന്തൊരു ഖൈറ് കിട്ടിയാലും ഇപ്പം ഞാൻ അതിനാവശ്യക്കാരനാണ് റബ്ബെ. ഈ നിലക്കൊക്കെ നമ്മളൊന്ന് പ്രാർത്ഥിച്ചു നോക്കൂ, ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടും. സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ടാണെങ്കിൽ തീർച്ചയായും ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ. പ്രാർത്ഥിച്ച് തീർന്നില്ല. ഫജാഅതുഹു ഇഹ്ദാഹുമാ തംശി അല ഇസ്തിഹ്യാ. ആ രണ്ട് പെൺകുട്ടികളിൽ ഒരു പെൺകുട്ടി വളരെ ലജ്ജയോടുകൂടി എന്ന് പറഞ്ഞാൽ അവിടെ തഫ്സീറിൽ കാണാം, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൽ നിന്നൊക്കെയുള്ള റിവായത്തിൽ കാണാം, പൂർണ്ണമായും ഹിജാബ് ധരിച്ച് മുഖം മറച്ചു കൊണ്ടുവന്നു. നിഖാബ് അതാണ് ഇസ്തിഹ്യ. ഒരു സ്ത്രീയുടെ ഇസ്തിഹ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? അവളുടെ സൗന്ദര്യം പരിപൂർണമായും മറച്ചു കൊണ്ടുവന്നു എന്നാണ്. എന്നിട്ട് പറഞ്ഞു, ഉപ്പ വിളിക്കുന്നുണ്ട്. നോക്കൂ, മിൻ ഖൈരിൻ ഫഖീർ എന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ. ഉപ്പ വിളിച്ചു, കല്യാണം കഴിപ്പിച്ചു കൊടുത്തു, മക്കളുണ്ടായി, താമസിക്കാൻ സൗകര്യം ഉണ്ടായി, ജോലി ഉണ്ടായി. അൽഹംദുലില്ലാഹ്, ജോലി കിട്ടി, ഭക്ഷണം കിട്ടി, നല്ലൊരു ഭാര്യയെ കിട്ടി, അവരിലൂടെ സന്താനങ്ങൾ ഉണ്ടായി. അൽഹംദുലില്ലാഹ്, ആ ഒരു പ്രാർത്ഥനക്ക് അള്ളാഹു ഉത്തരം നൽകിയില്ലേ? ഇതേപോലെ ദുആ ചെയ്ത് നോക്കൂ, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുന്നവനാണ്. സൂറത്തുൽ ഖസസിലെ 24 ഓർത്തു വെക്കുക, പഠിക്കുക. അതേപോലെ തന്നെ സൂറത്തുൽ ഖസസിലെ 16 മൂസാ നബിയുടെ മറ്റൊരു ദുആ കാണാം. ഇതിന്റെ ആശയം നമ്മൾ നേരത്തെ പറഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞു പോകുന്നു. നമ്മൾ എന്തൊരു തെറ്റ് സംഭവിച്ചു പോയാലും, അത് അബദ്ധത്തിലാകട്ടെ മനഃപൂർവ്വമാകട്ടെ, റബ്ബി ഇന്നി ളലംതു നഫ്സി, അള്ളാഹുവേ ഞാൻ എന്നോടൊരു ളുൽമ കാണിച്ചിരിക്കുന്നു, ഫഗ്ഫിർലി, അതുകൊണ്ട് പുറത്തു തരണേ. ഈ ഒരു വേർഡ് വളരെ നല്ലൊരു വേർഡാണ്, റബ്ബി ഇന്നി ളലംതു നഫ്സി. കാരണം ഒരു വ്യക്തി തന്റെ തെറ്റിനെ സമ്മതിക്കുകയാണ്. റബ്ബി ഇന്നി ളലംതു നഫ്സി, ഞാൻ എൻ്റെ നഫ്സിനോട് ളുൽമ കാണിച്ചിരിക്കുന്നു, ഫഗ്ഫിർലി, അതുകൊണ്ട് റബ്ബേ നീ എനിക്ക് പുറത്തു തരണമേ. ഫഗഫറ ലഹു, അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് പുറത്തു കൊടുത്തു. നോക്കൂ, നിങ്ങൾ അങ്ങനെ പ്രാർത്ഥിച്ചപ്പോഴേക്ക് അല്ലാഹു പറയണം ഫഗഫറ ലഹു, അല്ലാഹു പുറത്തു കൊടുത്തു. മഹാനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു നബിയോട് എനിക്ക് വസിയത്ത് നൽകണമെന്ന് പറഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത്, ഓ മുആദ്, താങ്കൾ എവിടെയാണെങ്കിലും അള്ളാഹുവിനെ സൂക്ഷിക്കണം. ഇനി ഒരു തെറ്റ് സംഭവിച്ചാൽ അള്ളാഹുവിനെ ഓർക്കണം. ഇൻദ കുല്ലി ഹജർ വശജർ, ഓരോ കല്ലിന്റെ അടുത്തും ഓരോ മരത്തിന്റെ അടുത്ത് വെച്ചും റബ്ബിനെ ഓർക്കണം. ഇനി നിനക്ക് വല്ല അബദ്ധവും സംഭവിച്ചാൽ ഫഅഹ്ദിസ് ലഹു തൗബ, ഉടനെ തന്നെ തൗബ ചെയ്യണം. ഒരു തെറ്റ് പറ്റി, ഉടനെ പടച്ചവനോട് പറയാ, വലംതു നഫ്സി, റബ്ബേ അബദ്ധം പറ്റി, ഫഗ്ഫിർലി, പുറത്തു തരണേ. അള്ളാഹു പൊറുക്കുന്നതാണ്. അപ്പൊ ഈ ഒരു ദുആയും ശ്രദ്ധിക്കുക. സൂറത്തുൽ ഖസസ് 16 അതേപോലെ തന്നെ സൂറത്തുൽ ഖസസിലെ 21 ശത്രുക്കൾ ഫിർഔൻ ആളുകളും മൂസാ നബിയെ കൊല്ലാൻ വേണ്ടി തുനിഞ്ഞപ്പോൾ, ഇന്നും എന്നും മുസ്ലിമീങ്ങൾ, സത്യവിശ്വാസികൾ വധഭീഷണി നേരിടുന്നവരാണ്, നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന ഭീഷണി നേരിടുന്നവരാണ്. അപ്പോഴൊക്കെ പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഒരു പ്രാർത്ഥനയാണ്, റബ്ബി നജ്ജിനി, എൻ്റെ റബ്ബേ നീ എന്നെ രക്ഷപ്പെടുത്തണേ, മിനൽ ഖൗമിൽ ളാലിമീൻ, ളാലിമീങ്ങളായ ജനതയിൽ നിന്ന് റബ്ബേ നീ എന്നെ രക്ഷപ്പെടുത്തണമേ. എനിക്കും നിങ്ങൾക്കും പ്രാർത്ഥിക്കാൻ പറ്റുന്ന പ്രാർത്ഥനയാണ്, റബ്ബി, ഞങ്ങളുടെ റബ്ബേ, നജ്ജിനി, ഞങ്ങളെ രക്ഷപ്പെടുത്തണേ റബ്ബേ. ളുൽമ ചെയ്യുന്ന, അക്രമവും അനീതിയും കാണിക്കുന്ന ആളുകൾ വർദ്ധിച്ചിരിക്കുന്നു. അങ്ങനെയുള്ളവരിൽ നിന്ന് മിനൽ ഖൗമിൽ ളാലിമീൻ, വാലിമീങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണമേ. ഇങ്ങനെ മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ച 4 വ്യത്യസ്ത പ്രാർത്ഥനകളാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇത് സൂറത്തുൽ ഖസസിലെ 21, നേരത്തെ പഠിച്ചത് സൂറത്തുൽ ഖസസിലെ 16, അതിന് തൊട്ടു മുമ്പുള്ളത് സൂറത്തുൽ ഖസസിലെ 24, അതിന് തൊട്ടു മുമ്പുള്ളത് സൂറത്തു ത്വാഹയിലെ 25 to 28. ശ്രദ്ധിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ.
വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.